ഹലോ ഗൈസ്, അപ്പം ഇന്ന് ധനുമാസത്തിലെ അശ്വതിയാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ പിറന്നാളിന് പറ്റിയ കാടാമ്പുഴ പോയിട്ട് തൊഴണം എന്നൊക്കെ കേട്ടോ. എനിക്ക് പറ്റുന്ന സമയമൊക്കെ ആണെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ കാടാമ്പുഴ പോയി തൊഴാറുണ്ട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ പോയി തൊഴുമ്പോൾ ഒരു നല്ലൊരു സുഖം തോന്നാറുണ്ട്. അങ്ങനെ ഇത്തവണ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വർക്കിംഗ് ഡേ ഒക്കെ ആണല്ലോ. പിന്നെ ഞങ്ങൾ മുട്ടറക്കാൻ വേണ്ടി തേങ്ങ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി കാലൊക്കെ കഴുകി നേരെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും മുട്ടറക്കാനുള്ള തേങ്ങയൊക്കെ ആയിട്ടാണ് പോകുന്നത്. മുട്ടറക്കാനുള്ള ചെറിയൊരു ക്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ. തൊഴാനൊന്നും ഒരു ക്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുട്ടറക്കൻ്റെ ക്യൂവിലേക്കൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സെക്യൂരിറ്റി പറഞ്ഞു പ്രഭാത ഭക്ഷണം ഉണ്ടെന്നിട്ട് നമ്മൾ അവിടുന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉപ്മാവും നല്ല കാപ്പിയായിരുന്നു കേട്ടോ. ഉപ്മാവിനൊക്കെ എന്താറില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലൊന്നും ആക്കുന്ന പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രമൊക്കെ കഴുകി കൊടുത്ത് കുറച്ച് സമയം അമ്പലത്തിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. രാവിലത്തെ സമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതായാലും വരുന്ന വഴിയാണ് നമ്മുടെ ഐവന്തരങ്കാവ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഐവന്തരങ്കാവും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വഴിപാടൊക്കെ ചെയ്ത് കുറച്ച് സമയം തൊഴുത് പൂജയ്ക്ക് അടച്ച സമയമായിരുന്നു. പിന്നെ കാവിൽ അങ്ങോട്ട് പോയി കുറേ സമയം തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. കാവിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലും മുള്ളും താണ്ടിയ ഒരു വഴി തന്നെയാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും ഐവന്തരങ്കാവ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കാവിലൊക്കെ തൊഴുത് പിന്നെ അവിടെ കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് എന്തോ പരിപാടിക്കുള്ള സ്റ്റേജാണത്. പിന്നെ വരുന്ന വഴി ഞാൻ കുറച്ച് പച്ചക്കറി കാരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെറിയച്ഛൻ്റെ കടയിലേക്കാണ് വന്നത്. പിന്നെ നമ്മളവിടെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ചെറിയച്ഛൻ ചായയും പഴംപൊരിയൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം സംസാരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വീണ്ടും